വന്ന മുതലേതാണെന്ന് കണ്ടു ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പുതിയ ബസ് എടുത്തതെന്ന്. അതല്ല ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു പുല്ലിനടുക്കുന്ന പ്രൈവറ്റ് ബസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ ഒരു ബസ് എടുത്തിട്ട് നേരെ പ്രകാശല്ല ഗൈസ്, നമ്മൾ ഏതായാലും പ്രകാശം പോകും ഓർമ്മ വരുള്ളൂ. ആ ബസ് എടുത്താൽ നേരെ മച്ചൻ്റെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് കൊടുത്തപ്പോൾ ഈ ഒരു ഐറ്റം കിടക്കുന്ന കണ്ട് ഗൈസ്. അപ്പോൾ നേരെ എടുത്തുകൊണ്ടാണ് പോയി. നമുക്ക് നേരെ നമ്മൾ വണ്ടി എടുക്കുക, നേരെ പോവാം. അപ്പം ഡിക്കൊക്കെ നൽകിയാൽ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ ടീമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സംശയമായിരിക്കും നമ്മൾ ഏട്ടാ പോകണമെന്ന് ഗൈസ്. അപ്പം എങ്ങോട്ടും അല്ല ഗൈസ്, നമ്മൾ നേരെ പോകണം പ്രകാശിക്കാണ്. അപ്പോൾ നമ്മളൊരു പ്രകാശിക്ക് ബാംഗ്ലൂർ പോകേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ പോയി നമ്മൾ പ്രകാശിക്കാണ് പോണേ. അപ്പോൾ പ്രകാശിക്ക് പോകണ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വണ്ടി കിട്ടില്ലായിരിക്കില്ലേ. അപ്പോൾ പോകണം എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വെനം റിലീസാകാൻ പോവാണ് ഗൈസ്. നാളെ റിലീസാവും. അത് ഗൈസ് ഏപ്രിൽ 5 നമ്മളെ പ്രകാശിന് റിലീസായി വരാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ പോണത് ഗൈസ്. ഇനി നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് കാണാം. അങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ യാത്രയായിരുന്നു. അപ്പം നമ്മൾ ഈ ബാംഗ്ലൂർ എത്തിയിട്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കാം ഗൈസ്. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കാണുകയാണെങ്കിൽ നമ്മളവിടെ നിർത്തി താമസിക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം റൂം കാണാൻ, കാരണം ഇന്ന് കിട്ടുമല്ലോ ഗൈസ്, നാളെയാണ് കിട്ടുക. അപ്പം ഇവിടെ ദിവസമായിട്ട് നമ്മളെ ബാംഗ്ലൂർ നമ്മളെ കുറേ സ്റ്റാഫ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ വണ്ടീൻ്റെ. അപ്പോൾ നമ്മൾ ഡേഞ്ചർ പോയിൻ്റെ വർക്ക് മിക്കവാറും കുറച്ച് ടൈം എടുക്കും, കാരണം കുറച്ച് വർക്കിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ നമ്മളെ വണ്ടി ഇറങ്ങോട്ട്. അപ്പോൾ ഏതാണ്ട് ആ റൂമിൽ പാർക്കിംഗ് സ്പേസ് ഇല്ല ഗൈസ്. നമുക്ക് പാർക്കിംഗ് സ്പേസ് വേണം ഗൈസ് റൂം എടുക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിട്ടുന്ന റൂമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ്. അപ്പം അവിടെ ചെറിയ റൂം ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറാൻ കഴിയുമെങ്കിൽ ഞാൻ കാലത്തിൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നേരം കാത്തിരുന്ന് ഹോട്ടലിൻ്റെ റൂം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് കിടക്കുന്നതാണ് ഹോട്ടലിൻ്റെ റൂം. അപ്പം നമുക്ക് നമ്മളെ വണ്ടി നേരെ കയറ്റി നിർത്താം. കിടിലം പോലത്തെ ഹോട്ടൽ റൂമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നല്ല മഴയുണ്ട്. ഒരുപാട് നേരം യാത്ര ചെയ്ത് വണ്ടി ആകെ ചളിയാണ്, കഴിയാൻ സമയമില്ല ഗൈസ്. അപ്പം നമ്മളെ പൈറം വന്നിട്ടുണ്ട് വണ്ടി റിലീസ് ചെയ്യാൻ. ഇനിയുണ്ട് നമ്മളെ വണ്ടി ആരാ സൂപ്പർ. അപ്പം നമ്മളെ ഈ ഒരു ഹോട്ടൽ റൂമിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണേ. അത്യാവശ്യം മറ്റൊരു ഹോട്ടൽ റൂം തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള ഹോട്ടൽ റൂമിലും അപ്പുറത്തുള്ള ഈ ഒരു ഹോട്ടൽ റൂമിൽ നമുക്ക് വേണേൽ കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോട്ടൽ റൂം കുറച്ചുകൂടി വൃത്തിയായിട്ട് തോന്നുന്നു അതിനേക്കാളും. പക്ഷേ എല്ലാം കണക്കാണ് ഗൈസ്. അതാണ് കുറച്ചുകൂടി വൃത്തിയായിട്ട് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഹോട്ടൽ റൂമിൽ കയറാൻ നോക്കട്ടെ ഗൈസ് കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മളെ വണ്ടി ഇറക്കാൻ പോകണം, അതും പ്രകാശിത. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളെ ബാനർ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.